ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെല്ലാവരും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ ലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ വരാറുണ്ട്. ഒന്നുകിൽ നമ്മൾ നമ്മളുടെ പേര് എഴുതുകയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തിന്റെ പേര് എഴുതുകയൊക്കെയാണ് പതിവ്. പലർക്കും അറിയില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയില്ല എന്നല്ല, പലർക്കും അറിയില്ല ഇത് എന്തിനാണ് ഈ ഒരു ലൊക്കേഷൻ നമ്മളവിടെ എഴുതുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്ന. ലൊക്കേഷൻ എന്താണ്? നമ്മുടെ വീഡിയോയിൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തുന്ന ആ ഒരു സ്ഥലം എന്താണ് നമ്മൾ അവിടെ എഴുതേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ. നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം എന്താണ് യൂട്യൂബിൽ ലൊക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ ഗൂഗിളിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങളുടെ വീഡിയോ ചിത്രീകരിച്ച സ്ഥലം ടാഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്നാണ് ഗൂഗിളിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഈ വീഡിയോ നമ്മൾ എടുത്ത സ്ഥലമാണ് എഴുതേണ്ടത്, എവിടെയാണ് നമ്മൾ വീഡിയോ എടുത്തത് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, തൃശ്ശൂർ എന്നൊരു സിറ്റിയിൽ വീഡിയോ ചിത്രീകരിച്ചു എന്നിരിക്കുക. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് തൃശ്ശൂർ എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം തൃശ്ശൂർ എന്ന് കൊടുക്കുമ്പോൾ തൃശ്ശൂരിലുള്ള ആളുകളിലേക്ക് കൂടുതൽ റെക്കമെൻഡേഷൻ എത്താൻ ചാൻസ് ഉണ്ട് എന്നാണ് ഗൂഗിൾ പറയുന്നത്. ആ വീഡിയോ എവിടെയാണോ എടുത്തത് ആ സ്ഥലം കൊടുക്കലാണ് നല്ലത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലും ടൂറൊക്കെ പോകും, അല്ലെങ്കിൽ ചില യാത്രകളൊക്കെ നമ്മൾ ചെയ്യും. അപ്പൊ അത്തരം സ്ഥലങ്ങളെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരുപക്ഷെ ഇത്തരം കൊടുക്കുന്ന നമ്മൾ ഈ ഓപ്ഷൻ ചില സമയങ്ങളിൽ സെർച്ച് എഞ്ചിൻ ആവാറുണ്ട് എന്നുള്ളതാണ്, സെർച്ചിങ് വാക്കുകളായി മാറാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഊട്ടിയിൽ പോയി കഴിഞ്ഞാൽ ഊട്ടി എന്ന് നിങ്ങൾ അവിടെ ആ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഊട്ടി എന്ന് ടൈപ്പ് ചെയ്യുന്ന എല്ലാവരിലേക്കും ഒരുപക്ഷെ ഈ വീഡിയോസ് എത്തും എന്നാണ് ഗൂഗിൾ പറയുന്നത്. അപ്പോൾ അവിടെ നിയമം മാറി, വേറെ രൂപത്തിലായി. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ പരിപാടി എവിടെയാണോ നടന്നിട്ടുള്ളത് ആ സ്ഥലം കൊടുക്കുക എന്നുള്ളതാണ്. അത് കൊടുക്കുന്നതുകൊണ്ടുള്ള ഉപകാരം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു ചെറിയ സ്ഥലത്താണെങ്കിലും ആ സ്ഥലത്ത് നടന്ന കാര്യങ്ങൾ കാണാൻ ആ സ്ഥലത്തുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ ആ സ്ഥലത്തായിരിക്കും. അപ്പൊ അതാണ് ഞാൻ മേൽ പറഞ്ഞ പോലെ തൃശ്ശൂർ നടന്ന ഒരു സംഭവം തൃശ്ശൂർ എന്ന് പറയുന്ന ലൊക്കേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂരുള്ളവരിലേക്ക് ആദ്യം വീഡിയോസ് എത്തും. അപ്പൊ അത്തരമുള്ളവർക്ക് തൃശ്ശൂരുള്ളവർക്ക് ആ വീഡിയോസ് കാണാൻ ടെൻഡൻസി കൂടുതലായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. യൂട്യൂബ് ഇതിന്റെ ഉപകാരങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും വീഡിയോസ് നിങ്ങൾക്ക് ഇത് കൊടുക്കുന്നതോടൊപ്പം വീഡിയോസ് റീച്ച് ആകാൻ ഒരുപാട് നിങ്ങളെ സഹായിക്കും എന്നാണ് പറയുന്നത്. ഈ ലൊക്കേഷൻ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്, പ്രധാനപ്പെട്ട ലൊക്കേഷൻ ആണ് എന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഈവൻ നിങ്ങളൊരു പാട്ടാണ് പാടുന്നതെങ്കിൽ, ഒരു മാപ്പിളപ്പാട്ടാണ് നിങ്ങൾ പാടുന്നതെങ്കിൽ മാപ്പിളപ്പാട്ട് കൂടുതൽ കാണുന്നത് മലബാർ ഏരിയയിലാണ്. അപ്പൊ ആ ലൊക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒന്നും കുക്കിംഗ് ചെയ്യുന്ന ഒരു വീഡിയോസ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ കുക്കിംഗ് വീഡിയോസ് നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തിന്റെ പേരെങ്കിലും അവിടെ എഴുതുക, ആ ഓപ്ഷൻ ഒഴിവാക്കി പോകരുത് എന്നുള്ളതാണ് കേട്ടോ. ഇതിന്റെ കൂടുതൽ ആളുകളിലേക്ക് എത്താനും കൂടുതൽ റീച്ച് ആവാനൊക്കെ ഇത് ഉപയോഗപ്പെടുന്നുള്ളതാണ്. പിന്നെ യൂട്യൂബ് ഇതിനെ കുറിച്ച് മറ്റൊരു കാര്യം പറയുന്നു, നിങ്ങളുടെ SEO മെച്ചപ്പെടുത്താൻ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും എന്താണ് ഈ SEO എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നാണ് ഈ SEO എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് ഞാൻ മേലെ പറഞ്ഞത്. ഇത് ഇത്തരത്തിൽ നമ്മുടെ വീഡിയോസുകൾ സെർച്ച് ചെയ്യുമ്പോഴും ടാഗുകളായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. പൊതുവെ ഈ SEO ഉപയോഗിക്കുന്നത്, SEO എന്ന് പറഞ്ഞാൽ വീഡിയോ സെർച്ച് എഞ്ചിൻ മെച്ചപ്പെടുത്താൻ നമ്മൾ എന്തൊക്കെയോ ഉപയോഗിക്കണം എന്നുള്ളതാണ്. നോർമലായിട്ട് നമ്മളോട് അതൊരാൾ ചോദിക്കുമ്പോൾ നമുക്ക് പറയുന്ന ഉത്തരം ഇതായിരിക്കും. നിങ്ങൾ നല്ല തമ്പനയിൽ ഇടുക, ക്യാപ്ഷൻ വൃത്തിയിൽ എഴുതുക, അട്രാക്ഷൻ ആയിട്ടുള്ള ക്യാപ്ഷൻ എഴുതുക, ഹാഷ്ടാഗ് ഇടുക, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഹാഷ്ടാഗ് ഇടുക, ഇതാണ് SEO മെച്ചപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് SEO മെച്ചപ്പെടുത്താനും കഴിയും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവർ, ഈ ഒരു ഓപ്ഷൻ ഇതായിരുന്നു. അപ്പൊ ഞാൻ ഓരോരോ ഓപ്ഷനുകളും നിങ്ങൾക്ക് ഇതെന്താണ് എന്ന് പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഈ ലൊക്കേഷനും ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഓരോരോ ഓപ്ഷനുകളും എന്താണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ അത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഏത് സ്ഥലത്താണ് കൂടുതൽ യൂട്യൂബ് റെക്കമെൻഡേഷൻ അയക്കുന്നത് എന്നുള്ളത് ഈ ലൊക്കേഷൻ കൊടുക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ആ സ്ഥലത്തിന്റെ പേരടിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ വീഡിയോസ് അവർക്ക് റെക്കമെൻഡേഷൻ ആയി പോകും എന്നുള്ളതും ഈ സ്ഥലം കൊടുക്കുന്നതിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. ഇത് ഗൂഗിൾ തന്നെ പറയുന്നുണ്ട്, പ്രാദേശിക കാഴ്ചക്കാരിലേക്ക് ഇത് എത്താൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളത്. ഈ പ്രാദേശിക കാഴ്ചക്കാർ എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തിലെ ആളുകളാണ്. അപ്പൊ അവിടെയുള്ളവർ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവം ഒന്ന് കണ്ടു കളയാം എന്നുള്ള രൂപത്തിൽ കാണും. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒറ്റവാക്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ നടന്ന സ്ഥലം ഏതാണോ അതാണ് നിങ്ങൾ കൊടുക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇനി ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ഒരുപാട് ചാനലുകളുണ്ട്. ബ്യൂട്ടി ടിപ്സ് ഉണ്ട്, നടന്ന സംഭവം എന്ന് പറയുമ്പോൾ ബ്യൂട്ടി ടിപ്സ് ഉണ്ട്, അതുപോലെ തന്നെ കിച്ചൺ വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ റൂമിൽ ഇരുന്നിട്ടൊക്കെ ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങളും ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം, നിങ്ങൾ അടുത്തുള്ള ടൗൺ ഒക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ കേട്ടോ. അത് ഒരിക്കലും ഈ ഒരു ഓപ്ഷൻ ഒഴിവാക്കി പോകരുത് എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചെറിയൊരു വീഡിയോസ് ആയിരുന്നു. അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.
വീണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട മറ്റൊരു വീഡിയോസുമായി വരാം. അതുവരേക്കും ബൈ.